ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതോടുകൂടി സിനിമാ മേഖലയിൽ വൻ പൊട്ടിത്തെറിയാണ്, ഭൂകമ്പമാണ്, കോളിളക്കമാണ്. ഓരോ ദിവസവും ഓരോ നടിമാർ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തുറന്ന പറച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടന്മാർക്കെതിരെ, സംവിധായകർക്കെതിരെ എന്നുവേണ്ട ഒരു സെറ്റിൽ പ്രവർത്തിച്ച പലർക്കെതിരെയും ആരോപണം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു, നിർമ്മാതാവ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ. ഈ വെളിപ്പെടുത്തൽ കണ്ട് ഞെട്ടുകയാണ് കേരളം. എന്തൊക്കെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ന് ഓരോ ദിവസം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇന്നിതാ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മിനി മുനീർ എന്ന നടിയാണ്. മിനി മുനീർ എന്ന നടി. ആർക്കൊക്കെതിരെയാണ് വെളിപ്പെടുത്തൽ? CPIMന്റെ MLAയും നടനുമായ മുകേഷ്, യുവനടനായ ജയസൂര്യ, നിർമ്മാതാവും നടനുമായ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എത്രയോ കാലം അമ്മയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് താരസംഘടനയെ നയിച്ച ആളാണ്, താരങ്ങളുടെ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇടവേള ബാബുവിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ അമ്മയുടെ താരസംഘടനയുടെ നേതാവ് തന്നെ, അതിലെ മേധാവികൾ തന്നെ ആരോപണത്തിന് വിധേയരാകുന്നു. അങ്ങനെയുള്ള ഒരു സംഘടനയിൽ നിന്ന് നടിമാർക്ക് പീഡനം അനുഭവിക്കുന്നവർക്ക് എവിടെ നിന്നാണ് അവർക്കൊരു സഹായം ലഭിക്കുക എന്നോർക്കണം, അവർക്കൊരു സംരക്ഷണം ലഭിക്കുക എന്നോർക്കണം. അങ്ങനെയാണ് അമ്മ പ്രവർത്തിക്കുന്നത്, താരസംഘടന പ്രവർത്തിക്കുന്നത് എന്നുകൂടി വെളിപ്പെട്ടു വരികയാണ് എന്നർത്ഥം. താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് നടിയുടെ വെളിപ്പെടുത്തൽ മാത്രമാണ്. ഇതുവരെയും ഇത് സംബന്ധിച്ച് ആരോപണ വിധേയർ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. CPIMന്റെ MLA ആയ മുകേഷ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. മണിയമ്പിള്ള രാജു മാത്രം പറഞ്ഞിരുന്നു കാശ് കൊടുക്കാത്തത് കൊണ്ടുള്ള ചുരുക്കാണ് പലരും തീർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടവേള ബാബു ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല, ജയസൂര്യയും പ്രതികരിച്ചിട്ടില്ല. ഈ 4 നടന്മാരെ കുറിച്ച് പറയുന്നതോടൊപ്പം മിനി മുനീർ പുറത്തുവിട്ട മറ്റൊരു സുപ്രധാന പേരുണ്ട്. ആ പേരാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. ആരാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം പറഞ്ഞാൽ മറ്റു 2 പേരുകൾ കൂടിയുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, ബിച്ചു എന്നിവർ. ഇതിൽ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് മാതൃഭൂമി തന്നെയാണ്. മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്: അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെ കുറിച്ച് നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ, ആരോപണ മുനയിൽ കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനും എന്ന്. ആരാണ് VS ചന്ദ്രശേഖരൻ എന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: മോശമായി പെരുമാറിയെന്ന് നടി മിനു മുനീർ ആരോപണം ഉന്നയിച്ചവരിൽ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും KPCC നിയമസഹായ വിഭാഗം അധ്യക്ഷനുമാണ് ചന്ദ്രശേഖരൻ. പ്രമുഖ നടന്മാരായ ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, ബിച്ചു എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് ചന്ദ്രശേഖരന്റെ പേരും നടി പറഞ്ഞത്. ഒരു പ്രൊഡ്യൂസർക്ക് മുമ്പിൽ തന്നെ കൊണ്ടുപോയത് ചന്ദ്രശേഖരനാണെന്നായിരുന്നു നടി നേരത്തെ വെളിപ്പെടുത്തിയത്. രേഖാമൂലം പരാതി ഉണ്ടെങ്കിൽ അവർ നൽകട്ടെ എന്നും അങ്ങനെ രേഖാമൂലമുള്ള പരാതി വന്നു കഴിഞ്ഞാൽ പ്രതികരണം നടത്താമെന്നുമാണ് ആരോപണം സംബന്ധിച്ച് ചന്ദ്രശേഖരൻ മറുപടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ തന്നെ ബോധപൂർവം ആക്ഷേപിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ആരോപണങ്ങളെല്ലാം ചന്ദ്രശേഖരനെ ബോധപൂർവം ആക്ഷേപിക്കാനാണ് എന്നാണ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. അതേസമയം ആരോപണം ഉന്നയിച്ച നടിയെ പരിചയമുണ്ടെന്ന് ഇദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. കൊച്ചിയിൽ താമസിച്ച സമയത്താണ് നടിയെ പരിചയം. എന്നാൽ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നും മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നു. ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് വെച്ചാൽ KPCCയുടെ, കേരളത്തിലെ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസ്, അഭിഭാഷകരുടെ സംഘടന. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിഭാഷകർക്കിടയിൽ സംഘടനയുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. KPCC നിയമസഹായ വിഭാഗം അധ്യക്ഷനുമാണ് ചന്ദ്രശേഖർ. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആണ് ചന്ദ്രശേഖരൻ എന്ന സംശയമേയില്ല. ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്. വെറും പോഷക സംഘടനയല്ല, പ്രധാനപ്പെട്ട പോഷക സംഘടന തന്നെയാണ്. കാരണം കോൺഗ്രസ് നേതാക്കളെ നിയമപരമായി സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നേതാവാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. അദ്ദേഹത്തിന്റെ പേരാണ് നടി മിനു മുനീർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരക്ഷരം കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല, ഒരക്ഷരം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ CPIMന് ഒരു നിയമസഹായ വിഭാഗമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അഭിഭാഷക സംഘടനയുണ്ട്, ലോയേഴ്സ് യൂണിയൻ. ആ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ആണ് ഇത്തരമൊരു ആരോപണത്തിന് വിധേയമായത് എങ്കിൽ അവർക്കെതിരെയാണ്
ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നത് എങ്കിൽ ഇന്നത്തെ വാർത്തയുടെ തലക്കെട്ട് എന്തായിരിക്കും, ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരിക്കും എന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നൽകുന്ന, മാധ്യമങ്ങൾ നൽകുന്ന പ്രത്യേക പ്രിവിലേജ്, അതുകൊണ്ട് തന്നെയാണ് ഇത് ആരും വാർത്തയായി നൽകാതിരുന്നത്. എന്തുകൊണ്ടാണ് മാതൃഭൂമി ഓൺലൈനിൽ ഈ വാർത്ത നൽകിയത് എന്ന് ഇപ്പോഴും സംശയമുണ്ട്. മാതൃഭൂമിയുടെ ചാനലിൽ, ടെലിവിഷൻ ചാനലിൽ ഈ വാർത്ത കണ്ടിട്ടുമില്ല. നാളെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത നൽകുന്നത് എന്നത് നമുക്ക് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയ വാർത്തയായി ഒതുങ്ങും എന്ന കാര്യം സംശയമേ ഇല്ല. അതാണ് കോൺഗ്രസിന്, UDFന് മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജ്. ഏതായാലും ഇതുവരെയും ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ചന്ദ്രശേഖരൻ ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട്. തനിക്ക് അവരെ പരിചയമുണ്ട്, മിനു മുനീറിനെ പരിചയമുണ്ട്, പക്ഷേ ഇത്തരമൊരു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന ഭീഷണിയും ചന്ദ്രശേഖരൻ മുഴക്കിയിട്ടുണ്ട്, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ മുഴക്കിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് എന്തു പറയുന്നു, നടപടിയെടുക്കാൻ തയ്യാറുണ്ടോ KPCC തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നാളെയും ഇത് പ്രധാന ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. മാധ്യമങ്ങൾ മുക്കിയാലും സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി, ചർച്ചയായി ഇത് മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ.